തൃശൂർ പൂരം അലങ്കോലപ്പെട്ട രീതിയിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ എം.ആർ. അജിത് കുമാറിന്റെ വീഴ്ച DGP അന്വേഷിക്കും. ഗൂഢാലോചന ക്രൈംബ്രാഞ്ചും ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസും അന്വേഷിക്കും. ദ ഹിന്ദു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. സർക്കാർ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ന്യായീകരണം. ADGPയെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. തൃശൂർ പൂരം വിവാദത്തിൽ ത്രിതലതല അന്വേഷണം. 3 തീരുമാനങ്ങൾ. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. മൂന്നാമത്തത്, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈമലർത്തി. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രി അഭിമുഖത്തിന് കൂടെ വന്നത് ആലപ്പുഴയിലെ CPM നേതാവിന്റെ മകനാണെന്നും തുറന്നു സമ്മതിച്ചു. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ഇത് ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. അൻവറിന്റെ ആരോപണങ്ങൾ അവജ്ഞതയോടെ തള്ളിക്കളയുന്നു. അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. ജനം, തിരുവനന്തപുരം.